ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയാ വിശേഷം? ഇന്നത്തെ യാത്ര നമ്മൾ സൈറ്റ് മൊത്തം ഒന്ന് കറങ്ങാൻ പോവാണ് അല്ലേ? സൈറ്റ് കൊടുങ്ങല്ലൂർ സൈറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എസ്എംപുരത്ത് സൈറ്റിൽ നിന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ സൈറ്റിലേക്ക് മൊത്തമായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാം നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ വർക്കുകളാണ് കാര്യങ്ങൾ നമുക്കുള്ളത്. നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ സ്വന്തം ഇക്കാക്കല്ലേ? നിങ്ങളുടെ പേരെന്തായിരുന്നു? അനുലാൽ ഇക്കാക്ക. അപ്പോൾ ഗ്ലാസ്സിൽ പൊടി പിടിച്ചുകൊണ്ടാണ്, എന്നാലും നമ്മുടെ റോഡ് സർവീസ് റോഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. മുകളിലൊക്കെ കാണുന്ന ആ പച്ച കളർ കമ്പിയില്ല, അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഓവർടേക്ക് ചെയ്തൊരു ബസ് കൂടി പോയിട്ടുണ്ട്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ തെപ്രയാ. ആരാണ് സൈഡിൽ ഇരിക്കുന്നത്? തണലിൽ തിരുന്നാണ് പാവങ്ങൾ. നല്ല ചൂടാണ് ഇവിടെ. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ചൂട്. എത്ര ഡിഗ്രിയാണ് ചൂട്? 38 ഡിഗ്രി ചൂടാണ്. ഏകദേശം സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഏകദേശം വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാണുന്നതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗണിന്റെ കാഴ്ചകളാണ്. ഇത് ഇവിടെ ഈ കൊടുങ്ങല്ലൂർ അമ്പലം വരുന്നല്ല, ഇവിടെയാണ് കൊടുങ്ങല്ലൂരിൽ വരുന്ന ബസ്സുകളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം വന്നവരുണ്ടാവും, വരാത്തവരുണ്ടാവും. അപ്പോൾ കൊടുങ്ങല്ലൂരേക്ക് വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ സെറ്റപ്പാണിത്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇറ്റാച്ചി ഇങ്ങനെ കോരി വാരി ഇടുന്നുണ്ട്. ചേട്ടനാണ് അത് ഇവിടെ ഉള്ളത്. എർത്ത് വർക്ക് നടക്കുന്നുണ്ടല്ലേ? അതവിടെ ഫ്ലൈ ഓവറിലേക്ക് ജോയിൻ്റ് ആവുന്ന ഏരിയ ആണ് അല്ലേ? ഇവിടെ പകുതിയാണ് ആറിവൾ വെച്ചിട്ടുള്ളത്. ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. സംഭവം റോഡ് പണി കാരണം പൊടിയെല്ലാം പിടിച്ച് ഫുള്ള് കടകളിലും പൊടിയായി. ഇത് കൊടുങ്ങല്ലൂർ ടൗണിലുള്ള ഫ്ലൈ ഓവറാണ്. ഇത് 4 തൂണിലാണ് ഫ്ലൈ ഓവർ ഉണ്ടാക്കിയത്. നമ്മുടെ റോഡ് സൈഡ് മാത്രം കണ്ടാൽ മതിയോ? അപ്പോൾ നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗി കൂടി നമുക്ക് ആസ്വദിക്കാം ഈ വീഡിയോയിൽ. ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണേ. ഒന്ന് നോക്കി എന്ത് കാഴ്ചയാണ്. പാമ്പൊക്കെ ഉണ്ടാകുന്ന തോന്നുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. ഈ തോട്ടിലേക്ക്, ഈ പുഴയിലേക്കും തോട്ടിലേക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ തെങ്ങ് വളഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഉത്തരവൊന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാം നമ്മളൊരു ജോയിൻ്റ് ആയിട്ട് തന്നെ പോവാ. ഒരു പരിതാപകരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നറിയോ? ഈ വണ്ടീൻ്റെ ചേസ് ഒടിഞ്ഞിട്ട് 2 കഷ്ണമായിരിക്കാം. ഈ വണ്ടീൻ്റെ ചേസ് ഒടിഞ്ഞിട്ട് 2 കഷ്ണമായി പോയി. എന്ത് കഷ്ടം നോക്കിയേ. ഈ വണ്ടീൻ്റെ കാര്യം പോയിട്ടാ. ഒന്ന് നോക്കി നോക്കി 2 കഷ്ണമായി പോയി. ഇത് കഷ്ടം നോക്കിയേ. ഇത് നമ്മുടെ കാസർഗോഡുള്ള വണ്ടിയാണ്, മംഗലാപുരത്തുള്ള വണ്ടിയാണ്. എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് രാത്രി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അമ്പലത്തിൽ. അതിൻ്റെ വീഡിയോ കൂടി വരുന്നതായിരിക്കും.